സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 200-ലധികം ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് മാരത്തോൺ ക്ലാസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? വികിരണം. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 ആരക്കാലുകളാണ് ഉള്ളത്. 24. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം 1997 1997 APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ചത്. 1997. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കുവാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജൻ ധൻ യോജന. പദ്ധതിയുടെ പേര് ജൻ ധൻ യോജന. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം 5 ആണ്. 5. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം എത്രയാണ്? 5. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹാലനോബിസ് ആണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ്. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ്റെതാണ്. ഐൻസ്റ്റീൻ. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി എവിടെയാണ്? പനാജിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി എവിടെയാണ്? പനാജി. ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മനില. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ്? മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. ലിത്താർജ് എന്തിൻ്റെ അയിരാണ്? ലിത്താർജ് കറുത്തീയത്തിൻ്റെ അയിരാണ്. ലിത്താർജ് എന്തിൻ്റെ അയിരാണ്? കറുത്തീയമാണ്. കറുത്തീയത്തിൻ്റെ അയിരാണ് ലിത്താർജ്. ഓങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം. ഓങ്കസെ വർഗക്കാർ എവിടെയാണ്? ആൻഡമാനിലാണ്. ഓങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ. ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 10. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന എന്നത്? ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന എന്നത്.
ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണസ്ഥിരത. വീക്ഷണസ്ഥിരത. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനമാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനമായ ഡിസംബർ 3 ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ അഭിഭാഷക ദിനം എന്നാണ് ഡിസംബർ 3. ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനമാണ് ഡിസംബർ 3 ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി പഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? മീനങ്ങാടി പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം. ആശാ വർക്കർ. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ എന്നതാണ് ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതാണ് ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം. ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? സിഡറോസിസ് എന്നത് ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ്? ഇരുമ്പാണ്. ഇരുമ്പിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? സിഡറോസിസ്. സിഡറോസിസ്. വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം. വീണപൂവ്. വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. മിതവാദിയിലാണ് വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. മിതവാദി. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ മാസ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏത്? ആനമല വന്യജീവി സങ്കേതമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. പെൻലാൻഡൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? പെൻലാൻഡൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏത് ലോഹത്തിന്റെ അയിരാണ്? നിക്കലാണ്. നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ് എന്നത്. നിക്കൽ. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. ദ്രവ്യത്തിന്റെ പ്ലാസ്മാവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പാർത്ഥസാരഥി കമ്മിറ്റി. പാർത്ഥസാരഥി കമ്മിറ്റിയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി. പാർത്ഥസാരഥി കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ ലോകസഭ, ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തിൽ 1-ാം സ്ഥാനം ജാർഖണ്ഡ് ആണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം ഡിസംബർ 6 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഭരണഘടനയുടെ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ 6 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മഹാപരിനിർവാൺ ദിവസമാണ്. അപ്പൊ മഹാപരിനിർവാൺ ദിവസം ആയിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ്? ഡിസംബർ 6 ആണ്. ഡിസംബർ 6
ആരുടെ ചരമദിനമാണ്? B.R. അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ് ആയിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 6 B.R. അംബേദ്കർ മഹാപരിനിർവാൺ ദിവസ്. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാര്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 ഏതാണ്? എവറസ്റ്റ് ആണ്. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏതാണ്? എവറസ്റ്റ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് എന്നത് വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ്. പേരാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പേരാർ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണ് അറബിക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ്? അറബിക്കടലാണ്. കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണ്? കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണ്? ദക്ഷിണ റെയിൽവേയുടെ ഭാഗമാണ് കേരളം. ദക്ഷിണ റെയിൽവേയുടെ ഭാഗമാണ് കേരളം. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തിയാണ്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുതുരുത്തി. ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? ഒരു ഗ്രോസ് എന്നത് എത്ര എണ്ണമാണ്? 144 എണ്ണമാണ് ഒരു ഗ്രോസ് എന്നത്. 144 എണ്ണമാണ് ഒരു ഗ്രോസ് എന്നത്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിലെ പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചിയിലാണ്. 20 പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആര്? 20 പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 20 പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം? ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001 2001 ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഡി ഉദയകുമാർ. അടുത്ത ചോദ്യം, കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത് ആരാണ്? കേരള കാളിദാസൻ കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത് കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നുമാണ്? ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ് നദിയാണ്. ഷിയോനാഥ് നദി മഹാനദിയുടെ പോഷക നദിയാണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഏതാണ്? ഷിയോനാഥ് നദിയാണ്. ഷിയോനാഥ് നദി മഹാനദിയുടെ പോഷക നദിയാണ്. ഇന്ത്യയുടെ സുവർണ നാരി എന്നറിയപ്പെടുന്നത് ചണമാണ്. ഇന്ത്യയുടെ സുവർണ നാര് എന്നറിയപ്പെടുന്നത് എന്താണ്? ചണം.
കരിമീനിന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുറൈറ്റൻസിസ് എന്നത്. എട്രോപ്ലസ് സുറൈറ്റൻസിസ് എന്നത് കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ്. എട്രോപ്ലസ് സുറൈറ്റൻസിസ് എന്നത് കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കരിമീനാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത് ആരാണ്? സർദാർ പട്ടേൽ ആണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവാണ് സർദാർ പട്ടേൽ. ആരാണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് 1784. ആരാണ് ആര്യസമാജം സ്ഥാപിച്ചത്? ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ്. ആര്യസമാജ സ്ഥാപകൻ ആരാണ്? ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മാഡം ബിക്കാജി കാമയാണ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മാഡം ബിക്കാജി കാമ. ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ആര്? ഷഹീദ് ഇ അസം ഭഗത് സിംഗ് ആണ് ഷഹീദ് ഇ അസം എന്ന് അറിയപ്പെട്ടത്. ഭഗത് സിംഗ്. 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വിപ്ലവകാരി. 18 വയസ്സ് 8 മാസം 8 ദിവസം. ഖുദിറാം ബോസിനെയാണ് 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത്. ഖുദിറാം ബോസ്. മൂകനായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പ്രസിദ്ധീകരണത്തിന്റെ പേര് മൂകനായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡോക്ടർ അംബേദ്കർ ആണ്. ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ആരാണ്? ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ആരാണ്? ഫിറോസ് ഷാ മേത്ത. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ആര്? എന്നറിയപ്പെട്ടത് ഡോക്ടർ അംബേദ്കർ ആണ്. ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ആരാണ്? ഡോക്ടർ അംബേദ്കർ. റാണി ഗൈഡലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര്? റാണി ഗൈഡലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം നാഗന്മാരുടെ റാണി എന്ന ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡലിയുവിനെയാണ്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ്. തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ടോർച്ചിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണ്. ടോർച്ചിൽ ഉപയോഗിക്കുന്നത് എന്താണ്? കോൺകേവ് മിറർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി ആര്? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി ആരാണ്? സി ശങ്കരൻ നായരാണ്. ഏത് വർഷമാണ് അമരാവതി കോൺഗ്രസ് സമ്മേളനം നടന്നത്? 1897 അധ്യക്ഷനായ മലയാളി ആരാണ്? സി ശങ്കരൻ നായർ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി.
10 തത്വങ്ങൾ അല്ലെങ്കിൽ 10 പ്രിൻസിപ്പിൾസ് ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 10 തത്വങ്ങൾ അല്ലെങ്കിൽ 10 പ്രിൻസിപ്പിൾസ് എന്നത് ഏത് സംഘടനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആര്യ സമാജമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആര്യ സമാജം. 10 തത്വങ്ങൾ അഥവാ 10 പ്രിൻസിപ്പിൾസ് ഏത് സംഘടനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആര്യ സമാജം. 1857 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? എവിടെയാണ്? ബറേലിയിൽ. ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹാദൂർ ഖാൻ ആണ്. 1857 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ഖാൻ. 1946 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പൈത്തിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. പൈത്തിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. പൈത്തിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ജാതിക്കുമ്മി രചിച്ചത്? ജാതിക്കുമ്മി എന്ന കൃതി പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഇനി വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടു നിന്നത്. 603 ദിവസം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം കമന്റ് ചെയ്യുക. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. അടുത്ത ചോദ്യം, കൽക്കരിയുടെ രൂപപ്പെടലിന്റെ ആദ്യ ഘട്ടം അറിയപ്പെടുന്നത്? കൽക്കരിയുടെ രൂപപ്പെടലിന്റെ ആദ്യത്തെ ഘട്ടമാണ് പീറ്റ്. കൽക്കരിയുടെ രൂപപ്പെടലിന്റെ ആദ്യ ഘട്ടമാണ് പീറ്റ്. വജ്രം ഏതിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? വജ്രം കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് എന്ത്? വജ്രം. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. ആദിഭാഷ രചിച്ചത്? ആദിഭാഷ എന്ന കൃതി ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ആദിഭാഷ രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇത് നിങ്ങളുടെ ലോകം, ഇറ്റ്സ് യുവർ വേൾഡ് എന്നത് ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യമാണ്? ഇത് നിങ്ങളുടെ ലോകം, ഇറ്റ്സ് യുവർ വേൾഡ് എന്നത് ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യമാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടേതാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ആപ്തവാക്യമാണ് ഇറ്റ്സ് യുവർ വേൾഡ് എന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഇനി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത് എന്ന് ചോദിച്ചാലോ? രണ്ടാമത്തേത് കൃഷ്ണ നദിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാലും ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കൃഷ്ണ നദിയാണ്. ഇനി അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഗോദാവരി. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയോ? കൃഷ്ണ നദിയാണ്. അപ്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? കൃഷ്ണ നദിയാണ്. കൃഷ്ണ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്രയായിരുന്നു? 15. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 15. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയായിരുന്നു? 3. ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3. ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പാണ്. 1965 ഓടക്കുഴൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. വർഷം 1965. കൃതി ഏതാണ്? ഓടക്കുഴലാണ്. ഇനി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നോവലിസ്റ്റ് ആര്? നോവലിസ്റ്റ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് ആണ് എസ്.കെ. പൊറ്റക്കാട്. കൃതി ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. അപ്പൊ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പും. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നോവലിസ്റ്റ് ആരെന്ന് പ്രത്യേകം ചോദിച്ചാൽ എസ്.കെ. പൊറ്റക്കാടുമാണ്.
ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറയാണ്. സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്തത് അവധാണ്. ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറയും അവസാനം കൂട്ടിച്ചേർത്തത് ഏതാണ്? അവധുമാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജയാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോദവർമ്മ രാജ. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായത് 1962 റേച്ചൽ കാർഡ്സിന്റെ കൃതിയായ സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായത് 1962 പ്രതിപാദ്യ വിഷയം എന്താണ്? DDT ആണ്. ബന്ദ് ഭരണഘടനാ വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്ന്. ബന്ദ് ഭരണഘടനാ വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് 1997 ജൂലൈ 28 1997 ജൂലൈ 28. 1857 വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത്, ആറയിലും നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ്. ആറ കൺവർ സിംഗ്. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗം. പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗം ഏതാണ്? ഡയബറ്റിക് റെറ്റിനോപ്പതി. രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ സ്ഫിഗ്മോമാനോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്ഫിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചതാരാണ്? ജൂലിയസ് ഹാരിസൺ ആണ് സ്ഫിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചത്. ജൂലിയസ് ഹാരിസൺ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബനിസം. രോഗം ഏതാണ്? ആൽബനിസം. ദിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം. ദിഗ്ബോയില് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് 1901 1901 ദിഗ്ബോയില് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ. ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുദ്രാവാക്യമാണ് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത്. വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്ന നിക്ഷേപ പദ്ധതി. പദ്ധതിയാണ് പ്രജ്വലിത നിക്ഷേപം. പശ്ചിമഘട്ടത്തിന്റെ തെക്കേയറ്റത്തെ കൊടുമുടി അഗസ്ത്യാർകൂട്. ഏതാണ്? അഗസ്ത്യാർകൂട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയത് 1999. ലോക സോറിയാസിസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 29 ലോക സോറിയാസിസ് ദിനമായിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 29. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. സീനോ എട്രിയൽ നോഡ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡ്. പട്ടണം എന്ന കേരളത്തിലെ ഉദ്ഖനന പ്രദേശം ഏത് നദീതീരത്താണ്? ഏത് നദീതീരത്താണ്? പെരിയാർ നദീതീരത്താണ്. പെരിയാർ. ലിപ്പിഡോലൈറ്റ് ഏതിന്റെ അയിരാണ്? ലിപ്പിഡോലൈറ്റ് ലിഥിയത്തിന്റെ അയിരാണ്. ലിപ്പിഡോലൈറ്റ് എന്നത് ലിഥിയത്തിന്റെ അയിരാണ്. ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക പരുത്തി ദിനം
ഒക്ടോബർ 7 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ 7. കൊങ്കൺ പട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപം കൊങ്കൺ പട ഉത്സവം എന്നറിയപ്പെട്ടിരുന്നത് പടയണിയാണ്. പടയണി. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകർ. ചമ്പാരൻ സത്യാഗ്രഹം നടത്താനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല. കേരള പൂരക്കളി അക്കാദമി എവിടെയാണ്? കേരള പൂരക്കളി അക്കാദമി പയ്യന്നൂരാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് കേരള പൂരക്കളി അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കേരള പൂരക്കളി അക്കാദമി. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ്. സ്വകാര്യതയുടെ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് 66E ആണ്. 66E. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ. മുഖങ്ങളെ തിരിച്ചറിയാനായിട്ട് മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപഗ്നോസിയ. പ്രോസോപഗ്നോസിയ. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപഗ്നോസിയ. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഈ വരികൾ ആരുടേതാണ്? ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഈ വരികൾ കുഞ്ഞുണ്ണി മാഷിൻ്റെതാണ്. കുഞ്ഞുണ്ണി മാഷ്. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാർ. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്നത് അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാർ. കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത്. കണ്ണിന്റെ ആകൃതി നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. വിട്രിയസ് ദ്രവമാണ് കണ്ണിന്റെ ആകൃതി നിലനിർത്തുവാനായിട്ട് സഹായിക്കുന്നത്. വിട്രിയസ് ദ്രവം. സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. വിറ്റാമിൻ എ. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ചത് ഏത്? സംസ്ഥാന ശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ചത് 2018 നവംബർ 12-നാണ്. 2018 നവംബർ 12. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ഗിരിജ വ്യാസാണ്. ഗിരിജ വ്യാസ്. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ആരാണ്? ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. പാലക്കാട് ചുരം ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരതയാണ്. വീക്ഷണ സ്ഥിരത. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? വിസരണം. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം എത്ര ജോഡി? മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡി. 31 ജോഡി സുഷുമ്ന നാഡി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് അഗ്നികന്യ ബീനാദാസ് ആണ്. ബീനാദാസ്. അഗ്നികന്യ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത അഗ്നിപുത്രി ടെസി തോമസ്. ടെസി തോമസ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. മനുഷ്യ ശരീരത്തിൽ എത്രാമത്തെ അവയവമാണ് മെസൻട്രി? മെസൻട്രി 79ാമത്തെ അവയവമാണ്. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവമാണ് മെസൻട്രി. രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കാനോ സാധിക്കാത്ത ബിൽ. രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കുവാനോ സാധിക്കാത്ത ബില്ലാണ് ഭരണഘടനാ ഭേദഗതി ബിൽ. ഭരണഘടനാ ഭേദഗതി ബിൽ.
ഇന്ത്യയുടെ പൂർവ്വ തീര സമതലത്തിന്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്ന പേര്. ഇന്ത്യയുടെ പൂർവ്വ തീര സമതലത്തിന്റെ തെക്കൻ ഭാഗമാണ് കൊറമാൻഡൽ തീരം. ഇന്ത്യയുടെ പൂർവ്വ തീര സമതലത്തിന്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്ന പേര് കൊറമാൻഡൽ തീരം. ബങ്കിംഗ്ഹാം കനാൽ എത്രാമത്തെ ദേശീയ ജലപാതയുടെ ഭാഗമാണ്? ബങ്കിംഗ്ഹാം കനാൽ. ബങ്കിംഗ്ഹാം കനാൽ ദേശീയ ജലപാത 4ന്റെ ഭാഗമാണ്. ദേശീയ ജലപാത 4. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? തെന്മലയാണ്. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തേത് തെന്മല. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? പെരിയാർ, ഇടുക്കി, എറണാകുളം. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും എറണാകുളവുമാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. 16 കിലോമീറ്റർ. പെരിയാർ, മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്നിങ്ങനെ രണ്ടായി വേർപിരിയുന്ന സ്ഥലം. പെരിയാർ മാർത്താണ്ഡപ്പുഴയെന്നും മംഗലപ്പുഴയെന്നും രണ്ടായിട്ട് വേർപിരിയുന്നത് ആലുവയിൽ വെച്ചാണ്. ആലുവ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് പെരിയാർ നദിയാണ്. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? നീരാളിയുടെ ആകൃതിയിലുള്ളത് അഷ്ടമുടിക്കായലാണ്. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? അഷ്ടമുടിക്കായൽ. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേമാതരം. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചതെന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24 തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെയും അംഗീകരിച്ചത്. ദേശീയ ഗാനത്തിലെ ആകെ വരികളുടെ എണ്ണം എത്രയാണ്? വരികളുടെ എണ്ണം 13 ആണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്, വേദങ്ങളിലേക്ക് മടങ്ങുക സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്, പക്ഷിഗ്രാമം നൂറനാടാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ജിന്തയാണ്. ആന്ധ്രാപ്രദേശില് ജിന്തയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ജിന്തഗഡയാണ്. ആന്ധ്രാപ്രദേശിലെ ജിന്തഗഡ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. കേരളത്തിൽ ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിന്റെ ചുമതലയാണ്? അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിന്റെ ചുമതലയാണ്? നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ചുമതലയാണ്. നിയമനിർമ്മാണ വിഭാഗം. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? രാജ്യസഭാ സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേബിൾ ലംജാവോ ദേശീയോദ്യാനം മണിപ്പൂരാണ്. മണിപ്പൂർ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. 5 വർഷം. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്?
ഗവർണറാണ്. കേരള ഗവർണറാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആര്? മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം? കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം 2008 ആണ്. 2008. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായിട്ട് പരിഗണിക്കുന്നത്? എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായിട്ട് പരിഗണിക്കുന്നത്? 18 വയസ്സിന്. ഐക്യരാഷ്ട്രദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24. ഐക്യരാഷ്ട്രദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24. ഇന്ത്യയുടെ മാനകരേഖാംശം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ മാനകരേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനകരേഖാംശം എന്ന് അറിയപ്പെടുന്നത്. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് രേഖാംശ രേഖ. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിര? വാട്ടർ ടവർ ഓഫ് ഏഷ്യ ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം? ഗുരുവായൂർ സത്യാഗ്രഹം 1931. 1931. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം? 1934. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം 1934. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. സമുദ്രോപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്? സമുദ്രോപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയാണ് എൽനിനോ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിനു പറയുന്ന പേര്? പോയിന്റ് നിമോ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിന് പറയുന്ന പേര് പോയിന്റ് നിമോ. ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാക്കിയ വർഷം? കേരളത്തിന്റെ ദേശീയോത്സവം ഓണമാണ്. ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാക്കിയത് 1961. 1961. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുവെന്ന തന്റെ നിരീക്ഷണം അദ്ദേഹം ഏത് സിദ്ധാന്തത്തിലൂടെയാണ് അവതരിപ്പിച്ചത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുവെന്ന തന്റെ നിരീക്ഷണം അദ്ദേഹം ഏത് സിദ്ധാന്തത്തിലൂടെയാണ് അവതരിപ്പിച്ചത്? ചോർച്ചാ സിദ്ധാന്തമാണ്. ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി. ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന കൃതിയുടെ സാഹിത്യ രൂപം എന്താണ്? ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന കൃതിയുടെ സാഹിത്യ രൂപം ഒരു നാടകമാണ്. നീൽ ദർപ്പൺ എന്നത് ഒരു നാടകമാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ സമ്പാദ് കൗമുദി, മിറാദ് ഉൽ അക്ബർ. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളാണ് സമ്പാദ് കൗമുദി, മിറാദ് ഉൽ അക്ബർ. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷ, മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ. വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി രമാബായി സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ ഏതെല്ലാം? വിധവകളുടെയും സ്ത്രീകളുടെയും. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ. ആര്യ മഹിളാ സമാജ് സ്ഥാപിച്ചത് രമാബായി, ശാരദാ സദൻ സ്ഥാപിച്ചത് രമാബായി. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 72 പേരാണ്. ഗദർ പാർട്ടി എവിടെയാണ് സ്ഥാപിച്ചത്? അതിന് നേതൃത്വം നൽകിയത് ആര്? ഗദർ പാർട്ടി അമേരിക്കയിലെ നേതൃത്വം നൽകിയത് ലാലാ ഹർദയാർ. ഗദർ പാർട്ടി അമേരിക്ക നേതൃത്വം നൽകിയത് ലാലാ ഹർദയാർ. ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ആര്?
ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ KS മണിലാൽ ആണ്. ഡോക്ടർ KS മണിലാൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ ശുക്രനും യുറാനസുമാണ്. ശുക്രൻ, യുറാനസ് എന്നിവ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? ജയ്പൂരിലെ ജന്തർ മന്ദിർ 2010 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 2010. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത് പർവ്വതങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങളാണ് പർവ്വതങ്ങൾ. ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് ഏതു തരം ഫലകാതിരിലാണ്? ഹിമാലയം സംയോജക സീമയിലാണ്. സംയോജക സീമ. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ജമ്മുവിനെ കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിൻ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലച്ല ചുരമാണ്. ബാരാലച്ല ചുരം. കുളു താഴ്വരയെ ലാഹോൾ, സിപ്തി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരം. ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ദിഫു ആണ്. ദിഫു. ഡച്ചിങ്ങാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഡച്ചിങ്ങാം ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാഞ്ചൻജംഗ സിക്കിമിലാണ്. സിക്കിം. ഹെമീസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹെമീസ് ലഡാക്കിലാണ്. ലഡാക്ക്. ദിബ്രു സൈഗോവ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ദിബ്രു സൈഗോവ ആസാമിലാണ്. കാസിരംഗ ദേശീയോദ്യാനം. കാസിരംഗ ആസാമിലാണ്. കോർബറ്റ് ദേശീയോദ്യാനം. ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. മാനസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മാനസ് ആസാമിലാണ്. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. രാജാജി ഉത്തരാഖണ്ഡിലാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്